കോഴിക്കോട് പന്തീരങ്കാവിൽ വൻ കവർച്ച. ബാങ്ക് ജീവനക്കാരിൽ നിന്നും 40 ലക്ഷം രൂപയടങ്ങിയ ബാങ്ക് തട്ടിയെടുത്തു. പന്തീരങ്കാവ് സ്വദേശി ഷിബിൻ ലാലാണ് പണം തട്ടിയെടുത്തതെന്ന് പോലീസ് പറയുന്നു. പന്തീരങ്കാവ് മണക്കടവ് റോഡിൽ വെച്ചാണ് ബാഗ് തട്ടിയെടുത്തത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം മാറ്റിവെക്കാമെന്ന് പറഞ്ഞ് ഷിബിൻ ലാൽ ബാങ്കിനെ സമീപിച്ചിരുന്നു. ഷിബിൻ ലാൽ പണയം വെച്ചെന്ന് പറയുന്ന സ്വർണം എടുക്കാനുള്ള പണവുമായി ബാങ്ക് ജീവനക്കാരൻ എത്തിയപ്പോഴാണ് കവർച്ച നടന്നത്. 4 വർഷം മുമ്പ് ഇവിടെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. ഇല്ല, അതില്ല, ചെറിയ ലോൺ. ഇവിടെ ഒരു 5000-10,000 ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അവനെന്താ ജോലിയൊന്നും അറിയില്ല. കച്ചവടമാണ്, പറമ്പ് കച്ചവടം എന്നൊക്കെ അവിടെ ഒന്നും പറയാതെ. ഇപ്പൊ ഇടപാടൊന്നുമില്ല. 4 വർഷം മുമ്പുള്ള ഇടപാടേ ഉള്ളൂ. ഇല്ല, ഒന്നുമില്ല. ഇന്നലെ ഇവിടെ ഒരു 2 ബാങ്കിന്റെ ആളുകൾ വന്ന് ടൗണിലുള്ള നിങ്ങൾ ഇത്ര വലിയ ലോൺ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു. ഞങ്ങൾ ലോൺ കൊടുത്തിട്ടില്ല, ഞങ്ങൾ വലിയ ലോണും കൊടുക്കില്ല, ഞങ്ങൾ ഒരാൾക്ക് 1.5 ലക്ഷം റുപ്യ കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കാർഡാണോ എന്ന് വെച്ചു. അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതായിരിക്കും, ഞങ്ങൾ കൊടുത്തിട്ടില്ല. എഴുത്തൊന്നും ഞങ്ങളേതല്ല, ഞങ്ങളെ അമ്പളവും ഇല്ല കാർഡിന്റെ മേലെയാണ്. അവരന്വേഷിച്ച് പോയ അപ്പം തന്നെ ഈ മുത്തൂറ്റാർ, ഇവിടെ ഒരു മുത്തൂറ്റുണ്ട്, അവർ വന്ന് ചോദിച്ച് ഇങ്ങനെ വലിയ ലോൺ കൊടുത്തിട്ടുണ്ടോ. ഇല്ല, ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതോടുകൂടി അവസാനിച്ചു. ഫോണില് വ്യാജ നിർമ്മിച്ച 51 ലക്ഷം പറഞ്ഞ് വ്യാജ ഉണ്ടാക്കിയ കാർഡാണ്. അത് മുത്തൂറ്റ് ബാങ്ക് ഒന്ന്, പിന്നെ ടൗണിലെ അതിന്റെ പേരിനോട് വിട്ടുപോയി. ഇസാഖ് വന്നില്ല. ഇസാഖ് ഇന്ന് വരികയാണെങ്കിൽ ഇത് കുടുങ്ങില്ല അവർക്ക്. ഇത്രയും വലിയ ഇടപാട് നടത്തിയെന്ന് പറയുമ്പോൾ അതൊന്നും അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട് അവർക്ക്. അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ കൊടുക്കാറില്ല. അതെ, നമുക്കൊരു പ്രൈവറ്റ് ബാങ്കുകാരനും ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ. ഞങ്ങൾ അതേ വെച്ച് കൊടുക്കാറുള്ളൂ. അവരെ തീർത്താണ്. ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ പൈസ, ഒരു 50,000 ഒന്നിന്റെ ചോടയൊക്കെയുള്ള ഇടപാടുകൾ. അല്ലല്ല, ഇത് പ്രൈവറ്റ് ആയിട്ട് മണി ലാൻഡ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സാധനം. ജഗത് വിവരങ്ങൾ നൽകും. ഷിത, എപ്പോഴായിരുന്നു ഇത്ര വലിയ കവർച്ച നടന്നത്? എങ്ങനെയായിരുന്നു മോഷണം? ദിവ്യ, ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന അക്ഷയ ഫിനാൻസ് എന്ന് പറയുന്ന ഫിനാൻസിംഗ് കമ്പനിയുടെ മാനേജിംഗ് പാർട്ണറായ ചന്ദ്രശേഖരൻ നായരാണ്. ഇപ്പോൾ ഇനി നമ്മൾ ഈ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ വാർത്ത വരുന്നത് ഒരു 40 ലക്ഷം രൂപ ഇസാഫ് ബാങ്കിന്റെ ജീവനക്കാരിൽ നിന്നും തട്ടിയെടുത്തു എന്നുള്ളതാണ്. അയാൾ ബാഗും കൊണ്ടുവന്ന സമയത്ത് ആ പണവുമായി പന്തീരങ്കാവ് സ്വദേശി ഷിബിൻ ലാൽ പോയി എന്നുള്ളതാണ്. പിന്നീടാണ് ആ കഥയിൽ മറ്റൊരു മാറ്റം വരുന്നത്. ഈ തുക ഷിബിൻ ലാൽ കവർന്നെടുത്തത് വളരെ ആസൂത്രിതമായിട്ടാണ് എന്നുള്ളത് പിന്നീട് പോലീസിന് അല്പസമയം മുമ്പ് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഷിബിൻ ലാൽ ഇസാഫ് ബാങ്കിനെ അങ്ങോട്ട് സമീപിക്കുകയായിരുന്നു. തന്റെ കൈവശം കുറച്ച് സ്വർണം പന്തീരങ്കാവിലെ അക്ഷയ ഫൈനാൻസിയേഴ്സിൽ പണയം വെച്ചിട്ടുണ്ട്. ആ സ്വർണം മാറ്റി ഇസാഫ് ബാങ്കിലേക്ക് വെക്കാം, കൂടുതൽ പണം തന്നാൽ എന്ന് പറയുകയും അങ്ങനെ ബാങ്കിനെ സമീപിക്കുകയുമാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് ജീവനക്കാർ 3 ദിവസം മുൻപ് ഷിബിൻ ലാലിനെ ഇസാഫ് ബാങ്കിൽ ഒരു അക്കൌണ്ട് എടുത്ത് നൽകി. ആ അക്കൌണ്ട് എടുത്ത് നൽകിയതിന് പിന്നാലെ ഇന്ന് ഇവിടേക്ക് വന്നാൽ, അക്ഷയ ഫൈനാൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ തുക നൽകിക്കൊണ്ട് ഈ സ്വർണം എടുത്ത് നൽകാമെന്ന് അവരെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസാഫിലെ അരവിന്ദ് എന്ന് പറയുന്ന ജീവനക്കാരൻ ഇന്ന് ഈ 40 ലക്ഷം രൂപയുമായി ഇവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് ബാങ്കിലേക്ക് ഈ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായി തന്നെ ബാക്ക് പാക്ക് ആയിട്ടാണ് ബാഗ് കൊണ്ടുവന്നിരുന്നത്, പണമടങ്ങിയ ബാഗ് കൊണ്ടുവന്നിരുന്നത്. ആ ബാഗ് ഷോൾഡറിൽ നിന്നും ഊരി ഉടനെ ഷിബിൻ ലാൽ തട്ടിയെടുത്ത് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് പോലീസിനോട് അരവിന്ദ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇവിടെ ഷിബിൻ ലാലിനെ കുറിച്ച് എന്താണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? ഇയാൾക്കായുള്ള തെരച്ചിൽ എന്തായി? ഈ വിവരം പോലീസ് ആദ്യം തന്നെ പുറത്തുവിടുന്നത് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്കൂട്ടർ, ഒപ്പം തന്നെ ഇയാൾ ധരിച്ചിരിക്കുന്ന കറുത്ത ടീഷർട്ട്, അങ്ങനെ ഇയാളെ തിരിച്ചറിയാനുള്ള വിവരങ്ങൾ സഹിതമാണ് ആദ്യം ഈ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇയാൾ മറ്റ് കുറ്റകൃത്യങ്ങളിലൊക്കെ പങ്കുചേർന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. ഇതിനു മുൻപ് വേറെ ഏതെങ്കിലും കേസുണ്ടോ എന്നതൊക്കെ ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. പന്തീരങ്കാവ് സ്വദേശി തന്നെയാണ് ഷിബിൻ ലാൽ. അല്പസമയം മുമ്പ് നമ്മൾ കേട്ട ബൈറ്റിൽ പറഞ്ഞതുപോലെ മുൻപ് അക്ഷയ ഫിനാൻസിയേഴ്സിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ തുകയ്ക്ക് മാത്രമാണ്
സ്വർണം പണയം വെച്ചത്. ഇത് മാത്രമല്ല, ഈ കഥയിൽ മറ്റൊരു ലിസ്റ്റ് കൂടെ വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഷിബിൻ ലാലെ ഇസാഫ് ബാങ്കിനെ മാത്രമല്ല മറ്റ് 2 ബാങ്കുകളെ കൂടെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേ കഥ പറഞ്ഞുകൊണ്ട് അതിന് കാരണം ഈ ബാങ്കിൽ ഈ ഫിനാൻസ് സ്ഥാപനത്തിൽ ആ 2 ബാങ്കിലെയും ജീവനക്കാരെത്തുകയും ഇത്രയും വലിയ തുകയ്ക്ക് സ്വർണം നൽകിയിട്ടുണ്ടോ, പണയം നൽകി വെച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വളരെ ആസൂത്രിതമായി ഷിബിൻ ലാൽ നടത്തിയ ഒരു തട്ടിപ്പാണ്. അതിനൊപ്പം ഇനി അറിയാനുള്ളത് ഷിബിൻ ലാലിന് പിന്നിൽ ഇതിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാര്യമാണ്. കാരണം ഇതെന്തായാലും ഇങ്ങനെ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ആസൂത്രിതമായി നടത്തിയതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആ കറുത്ത ജൂപ്പിറ്റർ സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പോകുമ്പോൾ കറുത്ത ടീഷർട്ടാണ്, വലത് കാതിൽ ഒരു കമ്മൽ ധരിച്ചിട്ടുണ്ട്, മഞ്ഞ റെയിൻകോട്ട് ധരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ അടയാളങ്ങളുള്ള ആളെ കണ്ടെത്തിയാൽ വിവരം അറിയിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടെ പോലീസ് നൽകുകയും ചെയ്യുന്നുണ്ട്. ദിവ്യ. യെസ്, എന്തായാലും കോഴിക്കോട് പന്തീരങ്കാവിലാണ് വൻ കവർച്ച നടന്നിരിക്കുന്നത്. ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപയടങ്ങിയ ബാഗാണ് തട്ടിയെടുത്തത്. ഇപ്പോൾ പ്രതിക്കായി പോലീസ് വലവിരിച്ചിരിക്കുകയാണ്. പന്തീരങ്കാവ് സ്വദേശി ഷിബിൻ ലാലാണ് മോഷണം നടത്തിയത്. വിവരങ്ങളാണ് ഷിത ജഗത് നൽകിയത്.